സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്പകാലം പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഏക മകളായിരുന്നു. ഞാൻ നന്നായി പഠിക്കുന്നതുകൊണ്ട് സ്കൂളിലും നല്ല സ്വഭാവം ദൈവം തന്നിരുന്നതുകൊണ്ട് വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും നാട്ടിലും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ഞാൻ വളർന്നു. അത് ഇപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കും, എല്ലാവരും സ്നേഹത്തോടെ എന്നോട് പെരുമാറുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ ദൈവം എനിക്ക് ഒരു നല്ല സ്വഭാവം തന്നിരുന്നത് കൊണ്ട് ഞാൻ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട് ജീവിച്ചു. എനിക്ക് ചെറുപ്പകാലത്ത് വസ്ത്രത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മാതാപിതാക്കൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അതുകൊണ്ട് ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും സുഭിക്ഷമായി എല്ലാം ജീവിക്കുവാനുള്ള സാഹചര്യം എല്ലാം ദൈവം തന്നു. എന്നാൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള യാതൊരു തെറ്റും എനിക്കന്ന് കാണുന്നുമില്ല. ഞാനത് തെറ്റാണെന്നൊന്നും എനിക്ക് അറിയുന്നുമില്ല. എൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വിദ്യാഭ്യാസപരമായി ഉയർന്നിരുന്നത് കൊണ്ട് അവരെല്ലാവരും നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ പഠിച്ചു എന്നുള്ളത് വെച്ച് അത് കേട്ടാണ് ഞാനും വളർന്നിരുന്നത്. അപ്പം ഞാനും നന്നായി പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അത് എൻ്റെ കഴിവ്. അപ്പം എല്ലാത്തിലും എനിക്കൊരു പ്രശംസയുണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ബിസിനസ്സിലും ഒക്കെ ആയിട്ട് ഉയർന്നിരുന്നതുകൊണ്ട് അതും ദൈവം കരുണ ചെയ്ത് എല്ലാവർക്കും നല്ല ബിസിനസ്സും നല്ല വരുമാനവും നല്ല സമ്പത്തും എല്ലാം കൊടുത്തു. അപ്പോൾ ദൈവം എല്ലാം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു വീട് എന്ന് അങ്ങനെ ഒരു മൂഢധാരണയിൽ ആണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയിരുന്നത്. എന്നാൽ കൃപയാൽ എനിക്ക് കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നു. കാരണം ഞാൻ ഏക മകളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് സഹോദരങ്ങളില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ വളരെ കർശനമായിട്ട് സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയിരുന്നത്. എല്ലാത്തിനും വഴക്ക് പറയുകയും അടിക്കുകയും ഇഷ്ടം പോലെ അടി കൊണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഒന്നിനും എനിക്കൊരു അയവുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ സങ്കടങ്ങൾ കൊച്ചുകാലം മുതൽ എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനോട് മാത്രം പറയുമായിരുന്നു. യേശു ആരാണെന്നോ എൻ്റെ സമീപത്തുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിച്ചതുകൊണ്ട് അതെനിക്കറിയാം. ദൈവം എനിക്ക് കൃപയാൽ തന്നതാണ് എൻ്റെ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ സ്നേഹത്തിൻ ചങ്ങലയാൽ എന്നെ മാറോടണച്ചു യേശു രക്ഷകൻ. അത് ഞാൻ അനുഭവിക്കുന്നു. കാരണം എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറുവാൻ എൻ്റെ യേശുവിനെ സമ്മതിച്ചിട്ടില്ല. അത് എൻ്റെ കഴിവോ എൻ്റെ കുടുംബത്തിൻ്റെ കഴിവോ ഒന്നുമല്ല. യേശുവിനെ സ്നേഹിച്ചു. യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറച്ചു തന്നു. അന്നും വിശുദ്ധിയോ അശുദ്ധിയോ ഒന്നും എനിക്ക് തിരിച്ചറിയത്തില്ല. ഞാൻ ആകെ അശുദ്ധി എന്നൊക്കെ പറയുന്നത് വളരെ വേണ്ടാദിനത്തിന് പോകുന്നത് മാത്രമേ അശുദ്ധിയായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെയുള്ളവരെ എനിക്ക് വെറുപ്പുമായിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ മോശമായി നടക്കുന്നവരൊന്നും എൻ്റെ കൂട്ടുകാരേ അല്ല. അങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു എൻ്റെത്. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ അശുദ്ധിയൊന്നും ഞാൻ കണ്ടിരുന്നില്ല. ഹൃദയം എൻ്റെ മോശമായിരുന്നെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാനിവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയും കൊയറിൽ പാടുകയും ഒക്കെ ചെയ്യും. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ വിവാഹാലോചനകളൊക്കെ വരുന്ന സമയത്ത് അച്ഛന്മാരൊക്കെ ഏറ്റവും നല്ല കുട്ടി എന്ന് പറഞ്ഞ് എനിക്ക് വിവാഹാലോചനകൾ കൊണ്ട് വന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയം അശുദ്ധമായിരുന്നെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഭാഗ്യവശാൽ ഇവിടെ നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് കടന്നു വന്നപ്പോൾ സത്യത്തിൻ്റെ വചനം ഉള്ളിൽ കേട്ടപ്പോൾ ആദ്യമൊന്നും ഞാനും എൻ്റെ ഹൃദയം കല്ലായിരുന്നു. കാരണം ഞാൻ സ്വയമായി എന്നെ ഒരു വിശുദ്ധയായിട്ട് തീരുമാനിച്ച് വെച്ചിരുന്നതാണ്. കാരണം ഞാനിവിടുന്ന് പോയാൽ സ്വർഗത്തിൽ പോകുന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിട്ടിരുന്ന ഒരാളായിരുന്നു. കാരണം എങ്ങൊന്നും ഞാനൊരു മോശമായ കാര്യം ഞാൻ കേട്ടിരുന്നില്ല. വചനം കേട്ട് കുറേ ദിവസം ഞാൻ എൻ്റെ ഹൃദയത്തിന് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അനേകർ അവിടെ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം വലിയ പാപം ചെയ്തിട്ട് വന്നവരായിരിക്കാമെന്ന്. എന്നാൽ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സാക്ഷ്യം കേട്ട സമയത്ത് ഞാൻ ചെയ്ത എൻ്റെ ഹൃദയത്തിനുള്ളിലെ തെറ്റുകൾ തന്നെ അവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ചെറുതായി ഒന്ന് അനങ്ങാൻ തുടങ്ങിയെന്ന്. ഞാനപ്പോൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എനിക്കും എൻ്റെ ഹൃദയം ഒന്ന് തകർത്ത് തരണം, എൻ്റെ പാപം എനിക്ക് കാണുവാൻ കൃപ തരണമെന്ന്. പിന്നെ എനിക്ക് ഓരോ ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പഴയകാലം മുതലുള്ള തെറ്റുകൾ ഓരോന്നും എൻ്റെ ജീവിതത്തിൽ വന്നതും എൻ്റെ സംസാരത്തിൽ വന്നതും എൻ്റെ മനോഭാവത്തിലതും എല്ലാം ഞാൻ ഓരോന്നോരോന്ന് എൻ്റെ ദൈവം എൻ്റെ കണ്ണിന് മുമ്പിൽ കാണിച്ചു തന്നു. ഞാൻ വചന ശുശ്രൂഷയ്ക്കെല്ലാം കടന്നു പോകുമ്പോൾ ഞാൻ അത് ഓർത്ത് കർത്താവിനോട്
യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഓരോ പാപവും ഞാൻ അവിടെ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പരിഹാരവും ഞാനത് പ്രാപിച്ചു. അത് പിന്നീട് ആ പാപം വരാതെ വണ്ണം കർത്താവ് എന്നെ കാക്കുന്നു. എന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ, എൻ്റെ പ്രകൃതത്തിലുള്ള ചില സ്വഭാവങ്ങൾ മാറാതെ കിടന്നിരുന്ന സ്വഭാവങ്ങളുണ്ട്. നമുക്കുണ്ടാവുന്ന ഈർഷ്യ, ദേഷ്യം, ഇതൊക്കെ ഉണ്ട്. എന്നാൽ അതും കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതിനെല്ലാം ദൈവം എനിക്കൊരു പരിഹാരം തന്നു. ഏറ്റവും ശാന്തമായി സമാധാനമായി പെരുമാറുവാൻ എൻ്റെ കർത്താവ് എനിക്ക് കൃപ തരുന്നുണ്ട്. ബുദ്ധിമുട്ടുകളില്ലെന്നല്ല, പ്രശ്നങ്ങളില്ലെന്നല്ല, അനേകം വിഷമങ്ങളുള്ള സാഹചര്യങ്ങളിൽ കൂടി എല്ലാം കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും പതറാതെ നിൽക്കുവാൻ, എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുവാൻ, പൂർണ്ണമായ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആശ്രയം എൻ്റെ യേശു മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് മരിച്ചു പോയപ്പോൾ എളുപ്പം മരിച്ചുപോയി. കാരണം എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ ശരിക്കും എല്ലാവരും പറഞ്ഞു ഞാൻ തകർന്നു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഒരു വലിയ കൃപ, സ്നേഹത്തിൻ്റെ കൃപ, ഞാൻ കർത്താവിനോട് ചാരിയിരിക്കുവാൻ എനിക്ക് കൃപ തന്നു. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യാതായ സമയത്തും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നാലും എന്ത് സംഭവിക്കുന്നോ ഒന്നും എനിക്കറിയുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് എൻ്റെ യേശുവിനോട് സകല കാര്യവും സംസാരിക്കുവാൻ എനിക്കൊരപ്പനുണ്ട്. എൻ്റെ യേശു എൻ്റെ സ്വന്തമാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുവിൻ്റെ ഹൃദയത്തോട് ചാഞ്ഞിരിക്കുവാൻ എനിക്ക് കൃപ തരുന്നുണ്ട്. എൻ്റെ ഫാദറിലോ, ഞങ്ങളുടെ പപ്പ 20 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോഴും എല്ലാം എനിക്ക് പപ്പയുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പപ്പ കടന്നുപോയ സമയത്തും എല്ലാം ഞങ്ങൾക്കൊരു വലിയ ആശ്വാസമായിട്ട് എൻ്റെ യേശു പപ്പയെ ഏറ്റവും ഞങ്ങൾ വചന ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന് ഒരു വലിയ മാറ്റം പപ്പയിൽ ഞങ്ങൾ കണ്ടു. പപ്പ ഏറ്റവും സൺഡേ സ്കൂൾ അധ്യാപകൻ 25 വർഷം ജോലി ചെയ്ത് ഏറ്റവും പള്ളിയോട് ചേർന്നിരുന്ന ആളായിരുന്നു. സ്വഭാവത്തിലൊക്കെ ഒത്തിരി വളരെ കോപിക്കുകയും വളരെ കർശനമായി ഇടപെടുകയും ചെയ്തായിരുന്നു പപ്പ. എന്നാൽ ഞങ്ങളുടെ കൂടെ വചനത്തിൽ വന്നു കഴിഞ്ഞിട്ട് പപ്പയുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം കണ്ടു, വലിയ വ്യത്യാസം. എല്ലാം യേശുവിനോട് കടന്നുപോയാൽ സ്വർഗത്തിൽ പോകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം പപ്പയിൽ ഞാൻ കണ്ടു. എപ്പോഴും ഞങ്ങളോട് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ചോദിച്ചിരുന്ന ഇതായിരുന്നു, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ എന്ന്. അങ്ങനെ ഒരു അന്ത്യം ഞാനിതുവരെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലും ഒന്നും കണ്ടിട്ടില്ല. എപ്പോഴും വേദന വരുമ്പോൾ പപ്പ എൻ്റെ അയ്യോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, പപ്പ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അവിടെ കട്ടിൽ കിടന്നുകൊണ്ട് സ്തുതിക്കുന്ന പപ്പയെ ഞാൻ കണ്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹല്ലേലൂയ എന്ന് എത്ര സമയം വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നതെല്ലാം അതെല്ലാം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഇതെല്ലാം ഈ വചന ശുശ്രൂഷയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം കേട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ ആഗ്രഹവും എൻ്റെ കുഞ്ഞുങ്ങളെയോ ഒന്നും അവരുടെ ഈ ലോകത്തിലെ അവരുടെ ഉയർച്ചയൊന്നുമല്ല എൻ്റെ ആഗ്രഹം. എല്ലാവരും എൻ്റെ യേശുവിനെ പിടിക്കുന്നവരായിരിക്കണം, യേശുവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അവിടെ ആ സ്വർഗീയ സൈന്യത്തിൻ്റെ കൂടെ എൻ്റെ യേശുവിനെ സ്തുതിച്ചു പാടുവാൻ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എന്നായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.